ഹിറ്റ്ലർ കാശിനാഥൻ സാറും കുസൃതിക്കാരി പെണ്ണും. രചന നുസൈബ ഷമീർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയർ നൂഞ്ഞേരി. സെന്റ് മേരീസ് കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന് മുമ്പിൽ നിന്ന് ഒരു വല്ലാത്ത നിശബ്ദതയാണ്. കാരണം മറ്റൊന്നുമല്ല, പുതുതായി ചാർജ് എടുത്ത പ്രൊഫസർ കാശിനാഥൻ സാറ് ഇന്ന് ആദ്യത്തെ ക്ലാസ് എടുക്കാൻ പോവുകയാണ്. പുള്ളിക്കാരൻ വന്നപ്പോൾ മുതൽ കുട്ടികൾക്കിടയിൽ ഒരു സംസാരമുണ്ട്. സാറിന് ദേഷ്യം വന്നാൽ പിന്നെ ആ വഴിക്കാരും പോവില്ല. ക്ലാസ് 9 മണിക്ക് തുടങ്ങും. 8:55 തന്നെ കാശിനാഥൻ ഇടനാടിയിലൂടെ നടന്നു വരുന്നുണ്ട്. കറുത്ത പാൻസും വെള്ള ഷർട്ടും, കയ്യിലൊരു ലെതർ ബാഗും, കണ്ണിലാ കടുപ്പമുള്ള നോട്ടവും, ഓരോ ചുവടിലും ഒരു പ്രത്യേക ഗാംഭീര്യവും. കൃത്യം 9 മണിക്ക് അദ്ദേഹം ക്ലാസ്സിലേക്ക് കയറി. ക്ലാസ്സിലെ 50 കുട്ടികളും ശ്വാസം അടക്കി പിടിച്ച് നിന്നു. ഗുഡ് മോർണിംഗ്, ഐ എം കാശിനാഥ്. ഐ ഡോണ്ട് ലൈക്ക് എനി ടൈപ്പ് ഓഫ് നോയ്സ് ആൻഡ് ഐ ഹേറ്റ് ലേറ്റ് കമേഴ്സ്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. അത്രയും പറഞ്ഞു അദ്ദേഹം തന്റെ പുസ്തകം മേശപ്പുറത്ത് വെച്ചു. അപ്പോഴാണ് ആ പെൺകുട്ടി ഓടിക്കതച്ച് വാതിൽക്കൽ വന്ന് നിന്നത്. ആടിയുളയുന്ന മുടിയിഴകളും കയ്യിലൊരു പഴയ ബാഗും ചുണ്ടിലൊരു കള്ളച്ചിരിയുമായി. അതാണ് നമ്മുടെ പാറു. മേ കമിൻ സർ? ആൾ കിതച്ചുകൊണ്ട് ചോദിച്ചു. കാശി പതുക്കെ തന്റെ വാച്ചിലേക്ക് നോക്കി. 9:02. അവൻ സാവധാനം വാതിൽക്കൽ വന്ന് നിന്നു. പാറുവിനേക്കാൾ ഒരടി പൊക്കമുണ്ട് സാറിന്. ആ നിൽപ്പ് കണ്ട പാറുവിന്റെ ഉള്ളൊന്ന് കാളി. നെയ്മ്. സാറിന്റെ ശബ്ദത്തിൽ ഒരു ഐസ് കട്ടയുടെ തണുപ്പായിരുന്നു. പാർവതി സർ. ആൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. പാർവതി, 9 മണി എന്ന് പറഞ്ഞാൽ 9 മണി എന്നാണ് അർത്ഥം, അല്ലാതെ 9:02 എന്നല്ല. ആദ്യത്തെ ദിവസമായതുകൊണ്ട് അകത്തേക്ക് കയറാൻ അനുവദിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ. പാറു പ്രതീക്ഷയോടെ നോക്കി. ഇന്നത്തെ ക്ലാസ് കഴിയുന്നവരെ താൻ ആ ലാസ്റ്റ് ബെഞ്ചിൽ നിന്ന് താഴെ ഇറങ്ങാൻ നിൽക്കണം. ഇരിക്കാൻ പാടില്ല, മനസ്സിലായോ? ക്ലാസ്സിലാകെ ഒരു അടക്കം പറച്ചിൽ. പാറുവിനാകെ നാണക്കേടായി. അവൾ പതുക്കെ ലാസ്റ്റ് ബെഞ്ചിൽ കയറി നിന്നു. കാശി ക്ലാസ് തുടങ്ങി. ഇംഗ്ലീഷ് ഗ്രാമറിലെ കടുപ്പമേറിയ ഭാഗങ്ങളാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. പാറുവിന് നിൽക്കാൻ മടിയായി തുടങ്ങിയിരുന്നു. അവൾ പതുക്കെ സാറ് ബോർഡിൽ എഴുതുന്ന ഗ്യാപ്പിൽ ബെഞ്ചിലൊന്നിരുന്നു. സാറ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഡിഡ് ഐ ആസ്ക് യു ടു സിറ്റ് മിസ് പാർവതി? അല്ല സർ, ബെഞ്ചിനൊരാട്ടം, താഴെ വീഴാൻ നോക്കിയതാ. പാറു ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു. കാശി പേന മേശപ്പുറത്ത് തട്ടി. കള്ളം പറയുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. അടുത്ത 15 മിനിറ്റ് താൻ ഒറ്റക്കാലിൽ നിൽക്കണം. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കാൻ വരുന്നവർക്ക് കുറച്ച് അച്ചടക്കം വേണം. പാറുവിന് ദേഷ്യം വന്നു. ഇയാൾ ഇന്ന് ഞാൻ വലിയ സംഭവം വിചാരം, എന്തൊരു ചാടേങ്ങിരിക്ക് അവള് മനസ്സിൽ വിചാരിച്ചു. രശ്മിയാണെങ്കിൽ അവളെ നോക്കി വാപുതി ചിരിക്കുന്നുണ്ട്. അവൾ ഒറ്റക്കാലിൽ നിന്ന് കാശിയെ തന്നെ തുറിച്ചു നോക്കി. കാശി അത് ശ്രദ്ധിക്കാത്ത മട്ടിൽ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. ക്ലാസ് കഴിഞ്ഞിറങ്ങാൻ നേരത്തെ കാശി പാറുവിന്റെ അടുത്തേക്ക് വന്നു. ഒരു കാര്യം ഓർത്തു വെച്ചോ പാർവതി, ഈ കോളേജിൽ നീ പഠിക്കുന്ന അത്രയും കാലം നീ എന്റെ കണ്ണിലുണ്ടാവും. നിന്റെ ഈ വികൃതികൾ ഇവിടെ നടക്കില്ല, പ്രത്യേകിച്ച് എന്റെ അടുത്ത്. കാശി പോയി കഴിഞ്ഞു പാറു തന്റെ കൂട്ടുകാരികളോട് പറഞ്ഞു. എടി രശ്മി, ഈ കാശി സാറിന്റെ ഗൗരവം ഞാനൊന്ന് മാറ്റിയെടുക്കും, കണ്ടോ നീ? പാറുവിന്റെ മനസ്സിൽ പുതിയൊരു പ്ലാൻ മുട്ടിടുകയായിരുന്നു. കാശിയുടെ ഗൗരവവും പാറുവിന്റെ കുസൃതിയും തമ്മിലുള്ള ആ വലിയ യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു അത്. ആദ്യത്തെ ദിവസം കിട്ടിയ ഒറ്റക്കാൽ ശിക്ഷ പാറുവിന് അത്ര വേഗം മറക്കാൻ കഴിയില്ലായിരുന്നു. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോഴും അവളുടെ മനസ്സിൽ ആ ഗൗരവക്കാരൻ കാശി സാറായിരുന്നു. ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്ന ആ പ്രഭു എന്നിട്ട് കാണിക്കുന്ന ഹിറ്റ്ലറുടെ സ്വഭാവം. അവൾ തലയിണയിൽ മുഖമമർത്തി പിറുവിറുത്തു. പിറ്റേന്ന് രാവിലെ പാറു കോളേജിലെത്തിയത് ഒരു പ്രത്യേകതരം പ്ലാനുമായിട്ടാണ്. കാശിയുടെ ഗൗരവം കളയാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. 2ാമത്തെ പീരീഡാണ് സാറിന്റെ ഇംഗ്ലീഷ് ക്ലാസ്. കാശി വരാന്തയിലൂടെ നടന്നു വരുന്ന കണ്ടപ്പോൾ തന്നെ പാറു തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കടലാസ് കഷ്ണം ചുരുട്ടി രശ്മിയുടെ നേരെ എറിഞ്ഞു. പക്ഷെ പാറുവിന്റെ കണക്കൂട്ടലുകൾ തെറ്റി. ആ കടലാസ് ചെന്ന് വീണ കറക്റ്റായി കാശിയുടെ ഷൂവിന്റെ മുമ്പിലാണ്. കാശിയോ നിന്നു പതുക്കെ കുനിഞ്ഞ കടലാസ് എടുത്തു. എന്നിട്ട് നിവർത്തി നോക്കി. അതിൽ പാറു വരച്ച ഒരു കാരിക്കേച്ചറായിരുന്നു. ഒരു വലിയ വടിയും പിടിച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരാന. അതിന് താഴെ കാശിയാന എന്ന് എഴുതിയിട്ടുണ്ട്. ക്ലാസ്സിലാകെ ഒരു മരണം നടന്ന പോലെയുള്ള നിശബ്ദത. സാറ് പതുക്കെ ക്ലാസ്സിലേക്ക് കടന്നു വന്നു. ആ കടലാസ് മേശപ്പുറത്ത് വെച്ചു. Who did this? സാറിന്റെ ശബ്ദം താഴ്ന്നതായിരുന്നു. പക്ഷെ അതിലൊരു അഗ്നിപർവ്വതം ഒളിഞ്ഞിരിപ്പുണ്ട്. പാറു പതുക്കെ എഴുന്നേറ്റു. അവളുടെ ഉള്ളെന്ന് വിറക്കുന്നുണ്ടെങ്കിലും മുഖത്ത് ആ പഴയ തന്റെ ഇടവൾ വരുത്തി. അത് സർ, അത് ഞാൻ വരച്ചതാ. കാശി അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. പാർവതി, തനിക്ക് ഡ്രോയിങ്ങിൽ ഇത്ര താല്പര്യമാണെങ്കിൽ പിന്നെ നിന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് ഫൈൻ ആർട്സിന് പോയിരുന്നില്ലേ? സർ, ലിറ്ററേച്ചറിലും ഭാവന വേണമല്ലോ. പാറു പതുക്കെ പറഞ്ഞു. ഭാവന വേണം, പക്ഷെ അപമര്യാദ പാടില്ല. താൻ ഇപ്പൊ തന്നെ ബോളിന്റെ അടുത്തേക്ക് വരൂ, സാറ് ആജ്ഞാപിച്ചു. പാറു ബോളിന്റെ അടുത്ത് നിന്നു. കാശി ചോക്കയുടെ കയ്യിൽ കൊടുത്തു. ഇപ്പൊ താൻ ഇവിടെ വരയ്ക്കേണ്ട ഈ ആനയല്ല, വില്യം വേഴ്സ്വർത്തിന്റെ ഡാഫോഡിൽസ് എന്ന കവിതയിലെ ആദ്യത്തെ 8 വരികൾ ബോർഡിൽ എഴുതണം. ഒരു തെറ്റുപോലും വരാൻ പാടില്ല. തെറ്റിയാൽ ഓരോ തെറ്റിനും 10 തവണ ഇമ്പോസിഷൻ. പാറു ബോർഡിൽ എഴുതാൻ തുടങ്ങി. ആൾക്ക് കവിതയൊക്കെ അറിയാം. പക്ഷെ കാശിയുടെ ആ കടുപ്പമുള്ള നോട്ടം ആളുടെ പുറകിലുണ്ടായിരുന്നു. ഓരോ വാക്ക് എഴുതുമ്പോഴും കാശി അവളുടെ അരികിലേക്ക് വന്നു. അവന്റെ സാമീപ്യം പാറുവിലൊരു വല്ലാത്ത പരിഭ്രമം ഉണ്ടാക്കി. സ്പെല്ലിംഗ് ചെക്ക് ചെയ്യൂ പാർവതി, കണ്ടിന്യൂസ് എന്നതിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. സാർ അവിടെ ചെവിക്കടുത്ത് വന്ന് പതുക്കെ പറഞ്ഞു. അവന്റെ ആ ശബ്ദത്തിന്റെ ഗാംഭീര്യം പാറുവിനെ ഒന്ന് ഉലച്ചു. അവൾ ആ സ്പെല്ലിംഗ് മായ്ച്ച് ശരിയാക്കി.
പക്ഷെ അവളുടെ ഉള്ളിലെ കുസൃതി അടങ്ങിയില്ല. കാശി തിരിഞ്ഞടന്നപ്പോൾ അവൾ ചോക്കിന്റെ കഷ്ണം കൊണ്ട് കാശിയുടെ ഷർട്ടിന്റെ പുറകിൽ ഒരു ചെറിയ വട്ടം വരച്ചു. കാശി അതറിഞ്ഞില്ല. കാശി ക്ലാസ് തുടർന്നു. ക്ലാസ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് പോയപ്പോൾ മറ്റു പ്രൊഫസർമാർ ചിരിക്കുന്നത് കണ്ട് കാശി അത്ഭുതപ്പെട്ടു. ഷർട്ടിൽ ആ വട്ടം കണ്ടപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത്. കാശിയുടെ മുഖം ചുവന്നുകൊടുത്തു. പാർവതി, നിനക്കിതിനുള്ള ശിക്ഷ ഞാൻ തരും. ഇംഗ്ലീഷ് ഗ്രാമർ നീ പഠിക്കുന്ന കണ്ണീരോടെ ആയിരിക്കും. ഷർട്ടിൽ ആ ചോക്ക് വട്ടം കണ്ടപ്പോൾ കാശിക്ക് ദേഷ്യത്തെക്കാൾ കൂടുതൽ അത്ഭുതമാണ് തോന്നിയത്. തന്റെ ഗൗരവത്തെ ഇത്രയും വെല്ലുവിളിക്കുന്ന ഒരു പെൺകുട്ടിയെ അയാൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ നിയമങ്ങൾ തെറ്റിച്ചാൽ ശിക്ഷിക്കാതെ വിടാൻ കാശിനാഥിന് കഴിയില്ല. പിറ്റേന്ന് രാവിലെ ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങാൻ 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ തന്നെ കാശി ക്ലാസ്സിലെത്തി. ക്ലാസ്സിലാകെ ഒരു മ്ലാനത. പാറും കൂട്ടിനും പേടിച്ച് തൂങ്ങിയിരിക്കുകയാണ്. പാർവതി, ഇങ്ങോട്ട് വരൂ. സാറ് തന്നെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കാതെ തന്നെ വിളിച്ചു. പാറു പതുക്കെ എഴുന്നേറ്റ് സാറിന്റെ അരികിലേക്ക് നടന്നു. അവളുടെ കുസൃതി ചിരി ഇന്നൽപ്പം മങ്ങിയിട്ടുണ്ട്. സർ, താൻ ഇന്നലെ എന്റെ ഷർട്ടിൽ വരച്ച ആ ചിത്രം വളരെ മനോഹരമായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു സ്പെഷ്യൽ ടാസ്ക് തരാം. കാശി ഒരു തരം വന്യമായ ശാന്തതയോടെ പറഞ്ഞു. ഇന്നു മുതൽ അടുത്ത ഒരാഴ്ചത്തേക്ക് ഈ ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും ഇംഗ്ലീഷ് അസൈൻമെന്റുകൾ കളക്ട് ചെയ്യേണ്ട നീയാണ്. അതും പോരാതെ എല്ലാ ദിവസവും വൈകുന്നേരം സ്റ്റാഫ് റൂമിൽ വന്ന് എന്റെ ഇംഗ്ലീഷ് ഡിക്ഷണറിലെ 5 പുതിയ വാക്കുകൾ പഠിച്ച് എനിക്ക് പറഞ്ഞു തരണം. വിത്ത് മീനിങ് ആൻഡ് എക്സാമ്പിൾ സെന്റൻസ്. പാറുവിന്റെ കണ്ണു തള്ളിപ്പോയി. അയ്യോ സർ, 5 വാക്കുകളോ? എനിക്ക് മലയാളം തന്നെ കഷ്ടിച്ചറിയുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് ഞാൻ കാത്തിരിക്കും. ലേറ്റായ ശിക്ഷ കൂടും, കാശി ഗൗരവത്തിൽ പറഞ്ഞു. വൈകുന്നേരം 4 മണി. സ്റ്റാഫ് റൂമിന് മുമ്പിൽ പാറു നഖം കടിച്ച് നിൽക്കുകയാണ്. അകത്ത് കാശി തന്നെ ലാപ്ടോപ്പിൽ എന്തോ ടൈപ്പ് ചെയ്യുന്നു. ഇടക്കാവൻ ഗ്ലാസ് താഴ്ത്തി പാറുവിനെ നോക്കി. അകത്തേ ഒരു പാർവതി. സമയം കൃത്യം 4:02. 2 മിനിറ്റ് ലേറ്റ്. പാറു അകത്തേക്ക് കയറി. സർ, അത് ഡിക്ഷണറിയിൽ വാക്ക് നോക്കിയപ്പോൾ ലേറ്റ് ആയതാ. ശരി, ഇന്നത്തെ ആദ്യത്തെ വാക്ക് പറയൂ. കാശി അവളെ സൂക്ഷിച്ച് നോക്കി. പാറു ഗമയിൽ പറഞ്ഞു. സർ, ആദ്യത്തെ വാക്ക് സ്റ്റബോൺ, പിടിവാശി. കാശി ഒന്ന് പുഞ്ചിരിച്ചു. അത് തന്നെ കുറിച്ച് തന്നെയല്ലേ? ഇനിയൊരു സെന്റൻസ് പറയൂ. പാറു സാറിന്റെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി. കാശി സർ ഈസ് വെരി സ്റ്റബൺ വെൻ ഇറ്റ് കംസ് ടു പണിഷിംഗ് പാറു. കാശി ഒന്ന് ഞെട്ടി. അവൻ പതുക്കെ എഴുന്നേറ്റ് പാറുവിന്റെ അരികിലേക്ക് വന്നു. അവൾക്ക് ചുറ്റും ഒരു വല്ലാത്ത ഗന്ധം. ചന്ദനത്തിരിയും മുല്ലപ്പൂവും കലർന്നൊരു മണം. സെന്റൻസ് കൊള്ളാം, പക്ഷേ സ്പെല്ലിംഗ് പറയൂ. കാശി അവളുടെ മുഖത്തേക്ക് കുനിഞ്ഞോണ്ട് ചോദിച്ചു. അവനെ ആ സാമീപ്യം പാറുവിനെ വല്ലാതെ അസ്വസ്ഥയാക്കി. ആൾക്ക് സ്പെല്ലിംഗ് പറയാൻ കിട്ടുന്നില്ല. STUB. അവൾ വിക്കി. ബാക്കി കൂടി പറയൂ പാർവതി. തൻ്റെ ആ ധൈര്യമൊക്കെ എവിടെ പോയി? കാശി അവളുടെ കാതിനടുത്തെത്തി പതുക്കെ ചോദിച്ചു. പാറുവിന്റെ ഹൃദയം പടപടാൻ പിടിക്കാൻ തുടങ്ങി. അവൾ വേഗം അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഓടുന്നതിനിടയിൽ അവൾക്കൊരു കാര്യം തോന്നി. കാശി സാറിന് ആ ഗൗരവത്തിനു മുന്നിൽ തന്നെ വശീകരിക്കുന്ന എന്തോ ഒന്നില്ലേ? പക്ഷെ പിറ്റേന്ന് രാവിലെ ക്ലാസ്സിൽ വന്ന പാറു കണ്ടത് മറ്റൊരു കാഴ്ചയാണ്. അവളുടെ ഡെസ്കിന് മുകളിൽ ഒരു വലിയ ഇംഗ്ലീഷ് ഗ്രാമർ ബുക്ക് ഇരിക്കുന്നു. അതിൽ ഒട്ടിച്ച ചെറിയ പേപ്പറിൽ എഴുതിയിരിക്കുന്നു. ഇന്നലത്തെ ബാക്കി പറഞ്ഞില്ല. സ്റ്റെപ്പ് ബോൺ. ഇന്ന് വാക്കുകൾ പഠിക്കണം കാശി. പാറു പല്ലടിച്ചു. ഇയാളെ ഞാനിന്ന് കൊല്ലും. അവൾ മനസ്സിൽ ഉറപ്പിച്ചു. 10 വാക്കുകൾ, അത് സ്പെല്ലിങ്ങും മീനിങ്ങും സഹിതം പഠിക്കണം. പാറുവിനെ ആലോചിച്ചിട്ട് തന്നെ തലപോയെന്നുണ്ടായിരുന്നു. കാശി കൊടുത്ത ആ ഗ്രാമർ ബുക്ക് അവൾ ദേഷ്യത്തോടെ ബാഗിലേക്ക് തിരികെ. എടി രശ്മി, ഇയാൾ എന്നെ കൊണ്ട് ഇംഗ്ലീഷ് പ്രസംഗിപ്പിക്കോ? എനിക്കതിനൊരു പണി കൊടുക്കണം. പാറു ഗൂഢമായി ചിരിച്ചു. ഉച്ചക്കാശി സ്റ്റാഫ് റൂമിലിരിക്കുമ്പോൾ പാറു പതുക്കെ അങ്ങോട്ട് ചെന്നു. കയ്യിലൊരു ഗ്ലാസ് നാരങ്ങ വെള്ളം. സർ, രാവിലെ മുതൽ സാറ് ക്ലാസ്സിൽ തളർന്നില്ലേ? ഇതൊരു നാരങ്ങ വെള്ളം ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. പാറു വളരെ വിനീതയായി പറഞ്ഞു. കാശി സംശയത്തോടെ അവളെ നോക്കി. താനെപ്പോഴാ ഇത്രയും അനുസരണയുള്ള കുട്ടിയായത്? ആ സർ, സാറിന് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കാണിക്കുന്ന ആവേശം കണ്ടപ്പോൾ എനിക്കൊരു ബഹുമാനം തോന്നി. പാറു കണ്ണി ചിമ്മി പറഞ്ഞു. കാശി ആ ഗ്ലാസ് വാങ്ങി വലിയൊരു സിപ്പ് കുടിച്ചു. അടുത്ത നിമിഷം അവന്റെ മുഖം വലിഞ്ഞു മുറുകി. തൊണ്ടയിൽ നിന്ന് ആ വെള്ളം ഇറക്കാൻ കഴിയാതെ അവനൊരു നിമിഷം നിന്നു. അത്രയ്ക്ക് കടുപ്പമേറിയ ഉപ്പുവെള്ളമായിരുന്നത്. പാർവതി, ഇതിൽ പഞ്ചസാരക്ക് വരെ നീ ഉപ്പാണോ വാരിയിട്ട്? താനെന്നെ കൊല്ലാൻ നോക്കുവാണോ? അയ്യോ സർ, പഞ്ചസാര ഇടാൻ മറന്നല്ല. സാർ ക്ലാസ് എടുത്ത് ഒരുപാട് വിറക്കുന്നല്ലേ, അപ്പൊ ശരീരത്തിൽ ഉപ്പിന്റെ അംശം കുറയും. അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ ഉപ്പ് ചേർത്താ. ബുദ്ധി തെളിയാൻ ഉപ്പിട്ട നാരങ്ങ വെള്ളം നല്ല സർ. പാറു പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഒറ്റ ഓട്ടം. കാശി വേഗം സാധാരണ വെള്ളം കുടിച്ച് ആശ്വാസം കണ്ടെത്തി. വൈകുന്നേരം 4 മണിക്ക് പാറു പതിപോലെ സ്റ്റാഫ് റൂമിലെത്തി. ഇത്തവണ കാശി വാതിൽക്ക് തന്നെ നിൽപ്പുണ്ടായിരുന്നു. 10 വാക്കുകൾ റെഡിയാണോ? കാശി ഗൗരവത്തിൽ ചോദിച്ചു. റെഡിയാണ് സർ, പാറു ഇറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. കാശി അവളെ ഒരു വലിയ ഹാളിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ നിറയെ പഴയ ബെഞ്ചുകളും ഡെസ്കുകളും പൊടിപിടിച്ച് കിടക്കുന്നു. ഇന്ന് വാക്കുകൾ പറയുകയല്ലേ വേണ്ടത്. ഓരോ വാക്കിന് അർത്ഥം വരുന്ന രീതിയിൽ ഓരോ ബെഞ്ച് വീതം തുടച്ച് വൃത്തിയാക്കണം. 10 വാക്കുകൾ, 10 ബെഞ്ചുകൾ. ആ ഉപ്പിന്റെ കയ്പൊന്ന് തീർക്കണമല്ലോ. കാശി കൈകൾ കെട്ടി ഭിത്തിയിൽ ചാരി നിന്നു. പാറുവിന് കരച്ചിൽ വന്നു. സർ, ഇത് അന്യായ. ഞാനൊരു പെൺകുട്ടിയല്ലേ? പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും തന്നെക്കാൾ മുതിർന്ന ഒരാൾക്ക്
അതും പഠിപ്പിക്കുന്ന സാറിന് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ കൈനിറയെ ഉപ്പ് വാരിയിട്ട് കൊടുക്കുന്നത് വലിയൊരു തെറ്റാണ് മിസ് പാർവതി. തുടങ്ങിക്കോളൂ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. കാശി വാശമായി പറഞ്ഞു. പാറു ഒരു തുണിയെടുത്ത് ബെഞ്ച് കൊടുക്കാൻ തുടങ്ങി. ഓരോന്ന് തുടക്കുമ്പോഴും അവൾ വാക്കുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. നമ്പർ 1 അരഗന്റ്, അഹങ്കാരി. കാശി സർ ഈസ് വെരി അരഗന്റ്. കാശി ചിരി കടിച്ചു പിടിച്ച് നിന്നു. നമ്പർ 2 പറയൂ. നമ്പർ 2 മേഴ്സിലെസ്, കരുണയില്ലാത്തവൻ, ലൈക്ക് കാശി സർ. അങ്ങനെ 10ാമത്തെ ബെഞ്ചിലെത്തിയപ്പോഴേക്കും പാറു വിയർത്ത് കുളിച്ചിരുന്നു. അവൾ തളർന്ന ആ ബെഞ്ചിൽ തന്നെ ഇരുന്നു പോയി. ആളുടെ മുഖത്തെ ആ തളർച്ച കണ്ടപ്പോൾ കാശിയുടെ ഉള്ളിൽ നിന്ന് നൊന്തു. അവൻ പതുക്കെ അവളുടെ അടുത്തേക്ക് ചെന്ന് തന്റെ ബാഗിൽ നിന്നൊരു ചോക്ലേറ്റ് എടുത്ത് അവിടെ നേരെ നീട്ടി. ഇത് കഴിക്ക്, തന്റെ ഉപ്പിട്ട നാരങ്ങ വെള്ളത്തിനുള്ള മറുപടിയായത്. ഇനി മേലാൽ ഇത്തരം കുസൃതികൾ കാണിക്കരുത്, അവൻ ശാന്തനായി പറഞ്ഞു. പാറു ആ ചോക്ലേറ്റ് വാങ്ങി സാറിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ ദേഷ്യക്കാരൻ സാറിന്റെ കണ്ണുകളിൽ ഇപ്പോൾ വല്ലാത്തൊരു തിളക്കം. ആൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. കാശി നടന്നു നീങ്ങുമ്പോൾ പാറു പതുക്കെ ചോക്ലേറ്റ് പൊട്ടിച്ചു. അതിന് വല്ലാത്തൊരു മധുരമായിരുന്നു, പ്രണയത്തിന്റെ മധുരം. തലേ ദിവസം കാശി കൊടുത്ത ചോക്ലേറ്റ് കവർ പാറു തന്റെ പ്രിയപ്പെട്ട പുസ്തകത്തിനുള്ളിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. പക്ഷെ പിറ്റേന്ന് രാവിലെ കോളേജിലേക്ക് നടക്കുമ്പോൾ അവൾക്കൊരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ. ബെഞ്ച് തുറപ്പിച്ച മോശമായി പോയി സാറേ, ഇതിന് പരീക്ഷ സഹിതം ഞാൻ തിരിച്ചു തരും. അന്ന് ഇംഗ്ലീഷ് ക്ലാസ്സിൽ കാശി ഷേക്സ്പിയറുടെ മെർച്ചന്റ് ഓഫ് വെനീസ് ആണ് പഠിപ്പിക്കുന്നത്. ഷൈലോക്കിന്റെ ക്രൂരതയെക്കുറിച്ച് സാർ വാചാലനാവുകയാണ്. ഷൈലോക്ക് വാസ് എ മാൻ ഹു ഹാഡ് നോ മേഴ്സി. ഹി വാണ്ടഡ് എ പൗണ്ട് ഓഫ് ഫ്ലഷ്. സാർ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് പാറു കൈപ്പൊക്കി. സർ, എനിക്കൊരു ഡൗട്ട്. കാശി പുസ്തകം അടച്ചു വെച്ചു. പാറുവിന്റെ ഈ ഡൗട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുരുത്തക്കേടായിരിക്കുന്നവനറിയാം. പാറുവിന്റെ ശബ്ദം കേട്ടതും ക്ലാസ് ഒന്നടങ്കം അവളെ നോക്കി. തൊട്ടടുത്തിരുന്ന അവളുടെ കൂട്ടുകാരി രശ്മി അന്തം വിട്ടുപോയി. പാറുവിന്റെ മുഖത്ത് ആ വികൃതി ചിരി കണ്ടപ്പോൾ തന്നെ രശ്മിക്ക് കാര്യം പന്തിയല്ലെന്ന് തോന്നി. അവൾ വേഗം പാറുവിന്റെ ചുരിദാറിൽ ബലമായി പിടിച്ചു വലിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു. എന്റെ പാറു, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്തോ കൊനിഷ്ഠ സംശയമാണ് നിന്റെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. വെറുതെ സാറിന്റെ വായിലിരിക്കുന്ന കേൾക്കാൻ നിനക്കൊരു സമാധാനം ഇല്ലല്ലേ? രശ്മി പിടുത്തം ഇടിവിച്ചുകൊണ്ട് പാറുകളെ നിന്ന് കടുപ്പിച്ച് നോക്കി. അതെ, നിനക്ക് മനസ്സിലായല്ലോ. എന്നാലേ നീ അവിടെ വാപുദ്ധിമുണ്ടായിരുന്നു. ഞാനും ചോദിക്കട്ടെ? പറയൂ പാർവതി, എന്നതിന് സംശയം? സർ, ഈ ഷൈലോക്ക് ഇത്രയും ക്രൂരനാവാൻ കാരണം പുള്ളിയുടെ ഇംഗ്ലീഷ് സാർ പണ്ട് പുള്ളിയെ കൊണ്ട് ബെഞ്ച് ഉറപ്പിച്ചുകൊണ്ടാണോ? പാറു നിഷ്കളങ്കമായി ചോദിച്ചു. ക്ലാസ്സിലാകെ പൊട്ടിച്ചിരി. കാശിയുടെ മുഖം പെട്ടെന്ന് വലിഞ്ഞു മുറുകി. അവൻ കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ചു. തമാശയൊക്കെ കൊള്ളാൻ പാർവതി, പക്ഷെ ക്ലാസിന്റെ ഡിസിപ്ലിൻ കളയുന്നത് എനിക്കിഷ്ടമല്ല. സ്റ്റാൻഡപ്പ്, തല എഴുന്നേറ്റ് നിൽക്കൂ. പാറു പതിവ് പോലെ ബെഞ്ചിൽ കയറിയിരുന്നു. സർ, എനിക്ക് നിൽക്കാനൊരു മടിയില്ല. പക്ഷെ ഒരു കണ്ടീഷൻ. സാറ് പഠിപ്പിക്കുന്ന ആ മേഴ്സി എന്ന കവിത എനിക്ക് കാണാതറിയാം. അത് ഞാൻ തെറ്റാതെ ചൊല്ലിയാ എന്നെ താഴെ ഇറക്കണം. കാശി ഒന്ന് അത്ഭുതപ്പെട്ടു. ശരി, ചൊല്ലിക്കോളൂ. ഒരു വാക്ക് തെറ്റിയാ താൻ ഈ പീരീഡ് മുഴുവൻ നിൽക്കണം. പാറു കണ്ണുകൾ അടച്ചു. കാശിയുടെ മുഖത്തേക്ക് നോക്കി അവൾ ആ വരികൾ ചൊല്ലാൻ തുടങ്ങി. ദി ക്വാളിറ്റി ഓഫ് മേഴ്സി ഈസ് നോട്ട് സ്റ്റേൻഡ്. ഇറ്റ് ഡ്രോപ്ഡ് ആസ് ജെന്റിൽ റെയിൻ ഫ്രം ഹെവൻ. അവളുടെ ശബ്ദത്തിന് അപ്പോൾ ഒരു വല്ലാത്ത മാധുര്യമായിരുന്നു. കാശി അറിയാതെ ആ പാട്ടിൽ ലയിച്ചു പോയി. അവൾ ഒരു തെറ്റും കൂടാതെ ചൊല്ലി നിർത്തി. സർ, മതിയോ? അവൾ കള്ളച്ചിരിയോടെ ചോദിച്ചു. കൊള്ളാം, താഴെ ഇറങ്ങിയിരിക്കെ, സാറ് പതുക്കെ പറഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് കാശി സ്റ്റാഫ് റൂമിലേക്ക് പോയപ്പോൾ പാറയോടെ എത്തി. സാറ് ചായ കുടിക്കാൻ ഒരുങ്ങിയായിരുന്നു. സർ, ചായ ഞാൻ എടുത്തുതരാം. പാറു വേഗം ചായക്കപ്പ് കയ്യിലെടുത്തു. കാശി പേടിച്ചു പോയി. വേണ്ട പാർവതി, ഇന്നലത്തെ ആ ഉപ്പിന്റെ രുചി ഇപ്പോഴും എന്നെ നാവിലുണ്ട്. താൻ അത് അവിടെ വെച്ചേക്ക്. അയ്യോ സർ, വിശ്വസിക്ക്, ഇന്ന് ഞാനൊന്നും ചേർത്തിട്ടില്ല. പാറു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ചായക്കപ്പ് നീട്ടിയപ്പോൾ അവരുടെ കൈകൾ തമ്മിലൊന്ന് സ്പർശിച്ചു. ആ നിമിഷം കാശി പെട്ടെന്ന് കൈ പിൻവലിച്ചു. സർ, സാറിനെ പേടിയാണോ? പാറു കുസൃതിയോടെ ചോദിച്ചു. ഏയ്, പേടിയുള്ള പാർവതി, നിന്റെ ഈ കുസൃതികൾ എന്നെ ഇങ്ങോട്ടാണ് എത്തിക്കുന്നൊരു പേടിയുണ്ട്. അവൻ ഗൗരവത്തോടെയാണെങ്കിൽ പതുക്കെ പറഞ്ഞു. പാറു ഒന്നും മിണ്ടാ പുറത്തേക്ക് നടന്നു. വരാന്തയിലെത്തിയപ്പോൾ തന്റെ കുസൃതി വിജയിച്ച സന്തോഷത്തിൽ അവൾ തുള്ളിച്ചാടി നടക്കാൻ തുടങ്ങി. എന്നിട്ട് കാശി കേൾക്കാനായി പതിയെ പാടി. കാശി സാറിന് പേടിയാണേ, പാറുവിനെ പേടിയാണേ. അവളുടെ ആ പാട്ടും തുള്ളിച്ചാടികൾ ആ പോക്കും കണ്ടപ്പോൾ കാശിയുടെ മുഖത്ത് ആ കപട ഗൗരവം അലിഞ്ഞുപോയി. തന്റെ കുസൃതി കുടുക്കയെ നോക്കി അറിയാതെ തന്നെ അവന്റെ ചുണ്ടിലെ ചെറിയ ചിരി വിരിഞ്ഞു. കാശി ആ ചായ ഒരു സിപ്പ് കുടിച്ചു. ഇത്തവണ അതിന് മധുരമൽപ്പം കൂടുതലായിരുന്നു, പാറുവിന്റെ പ്രണയം പോലെ. കാശിയുടെ ഇംഗ്ലീഷ് ക്ലാസ് എന്നാൽ ഇപ്പോൾ പാറുവിനൊരു യുദ്ധക്കളമല്ല, മറിച്ച് തന്റെ കുസൃതികൾ പയറ്റാനുള്ള ഒരു വേദിയാണ്. അടുത്ത ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ കാശി കുറച്ച് ഗൗരവത്തിലായിരുന്നു. കയ്യിൽ കുറെ ആൻസർ ഷീറ്റ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ച നടന്ന ക്ലാസ് ടെസ്റ്റിന്റെ റിസൾട്ടാണിത്. എല്ലാവരും മോശമില്ലാതെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരാൾ. സാർ കണ്ണട മാറ്റിക്കൊണ്ട് പാറുവിനെ നോക്കി. പാറുവിന്റെ ഉള്ളൊന്ന് കാളി. സർ, ഞാൻ തോറ്റോ? അവൾ പതുക്കെ ചോദിച്ചു. തോറ്റില്ല പാർവതി, പക്ഷെ താൻ എഴുതിയ ഉത്തരങ്ങൾ കണ്ട ഷേക്സ്പിയർ വരെ ആത്മഹത്യ ചെയ്യും. ഐഡന്റിഫൈ ദി ഫിഗർ ഓഫ് സ്പീച്ച് എന്ന ചോദ്യത്തിന് താൻ എഴുതിയിരിക്കുന്നത് കാശി സർസ് ഫേസ് ഈസ് ലൈക്ക് എ റെഡ് ടൊമാറ്റോ എന്നാ. ഇതിലെവിടെയാ ഫിഗർ ഓഫ് സ്പീച്ച്? സാർ ഗൗരവത്തിൽ ചോദിച്ചു. ക്ലാസ്സിലാകെ ചിരി പൊട്ടി. പാറു മുഖം താഴ്ത്തിയിരുന്നു.
അത് സർ സിമിലി അല്ലേ? ലൈക്ക് വന്ന സിമിലിയാണെന്ന് സാറല്ലേ പഠിപ്പിച്ച്? കാശി പല്ലടിച്ചു. ഗ്രാമർ പഠിപ്പിച്ചതിന് ഉദാഹരണത്തിന് എന്റെ മുഖം ഉപയോഗിക്കാനല്ല, ഇതിന് ശിക്ഷയായി താനിന്ന് ക്ലാസ് കഴിയുന്നവരെ ലൈബ്രറിയിൽ ഇരുന്ന് ഗ്രാമർ ആൻഡ് കമ്പോസിഷൻ എന്ന പുസ്തകം പകർത്തി എഴുതണം. ലഞ്ച് ബ്രേക്ക് പോലും എടുക്കാൻ പാടില്ല. പാറുവിന് സങ്കടം വന്നു. സർ ലഞ്ച് ബ്രേക്ക് വേണ്ടെന്ന് നോക്കിയല്ലേ, എനിക്ക് വിശക്കുമ്പോ ഇംഗ്ലീഷ് വാക്കുകൾ കഴിച്ചോളൂ, കാശി കർക്കശമായി പറഞ്ഞു. ഉച്ചയ്ക്ക് എല്ലാവരും ക്യാൻറ്റീനിലേക്ക് പോയപ്പോൾ പാറു ലൈബ്രറിയിൽ നിന്ന് കരച്ചിലിന്റെ വക്കിൽ എഴുതുകയായിരുന്നു. വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവൾ തല മേശയിൽ ചാരി വെച്ചു. പെട്ടെന്ന് ആരോളുടെ തോളിലും തട്ടി നോക്കിയപ്പോൾ മുന്നിൽ കാശി, കയ്യിലൊരു പൊതിച്ചോറ്, ഒരു കുപ്പിവെള്ളവും. സർ സാറിവിടെ? എഴുതി തീർത്തോ? വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ഉറങ്ങണോ താൻ? സാർ ആ പൊതിച്ചോറ് അവിടെ മുമ്പിൽ വെച്ചു. വേഗം കഴിക്കും, ആരും കാണണ്ട. പാറു ആവേശത്തോടെ ആ പൊതിച്ചോറ് തന്നു. നല്ല മണമുള്ള നെയ്യൊഴിച്ച ചോറും മീൻകറിയും. സർ ഇത് സാറിനുള്ള ചോറല്ലേ? അതെ, താൻ കഴിച്ചോ, എനിക്ക് വിശപ്പില്ല. സാറ് ജനാൽക്കൽ പോയി വെളിയിലേക്ക് നോക്കി നിന്നു. പാറ് കഴിക്കുന്നതിൽ പതുക്കെ ചോദിച്ചു, സർ സാറ് സത്യത്തിൽ എന്നോട് ദേഷ്യമാണോ? കാശി പതുക്കെ തിരിഞ്ഞു നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ഒരു നിമിഷം ആർദ്രം നിറഞ്ഞു. ഏയ്, ദേഷ്യമല്ല പാർവതി, നിന്റെ ഈ കുസൃതികൾ കണ്ട് ദേഷ്യപ്പെടാൻ എനിക്ക് കഴിയുന്നില്ലെന്നാണ് എന്റെ സങ്കടം. അവൻ പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു. വേഗം കഴിച്ചിട്ട് ബാക്കി എഴുതാൻ നോക്ക്, ഞാൻ സ്റ്റാഫ് റൂമിലുണ്ടാവും. കാശി പോയി കഴിഞ്ഞപ്പോൾ പാറു ആ മീൻകറി കൂട്ടി ഒരു പിടി ചോറ് കഴിച്ചു. അതിനവിടെ അമ്മയുണ്ടാക്കുന്ന ചോറിനേക്കാൾ രുചി തോന്നി. വൈകുന്നേരം എഴുതി തീർത്ത ബുക്കുമായി പാറു സ്റ്റാഫ് റൂമിലെത്തി. കാശി അപ്പോൾ ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. സർ ഞാൻ എഴുതി തീർത്തു. അവൾ ആ ബുക്ക് നീട്ടി. കാശി അത് വാങ്ങി മറിച്ചു നോക്കി. അവസാന പേജിൽ വലിയ അക്ഷരത്തിൽ പാറു എഴുതിയിട്ടുണ്ടായിരുന്നു, താങ്ക് യു ഫോർ ദി ലഞ്ച് മൈ ഡിയർ കാശി സർ. കാശി അത് കണ്ടതും പെട്ടെന്ന് ബുക്ക് അടച്ചു വെച്ചു. മുഖത്തെ ഗൗരവം നിലർത്താൻ പാടുപിടിയായിരുന്നു. ശരി, നാളെ മുതൽ ഇനി ലേറ്റ് ആവരുത്. പാറു പുറത്തേക്ക് നടക്കുമ്പോൾ കണ്ടു കാശി ആ പേജ് വീണ്ടും തുറന്നു നോക്കി പതുക്കെ പുഞ്ചിരിക്കുന്നു. പാറുവിന്റെ മനസ്സിലപ്പോൾ ഒരു പുതിയ വാശി ഉദിച്ചു. ഈ സാറിനെ കൊണ്ട് എങ്ങനെയെങ്കിലും പ്രണയം പറയിപ്പിക്കണം. കാശിയുടെ പൊതിച്ചോറ് കഴിച്ചതിന് ശേഷം പാറുവിന് സാറിനോട് ഒരു പ്രത്യേക ബഹുമാനമൊക്കെ തോന്നി തുടങ്ങി. എങ്കിലും ആ ഗൗരവം ഒന്ന് മാറ്റിയെടുക്കാൻ അവൾ പുതിയൊരു ആയുധം കണ്ടെത്തി, സോഷ്യൽ മീഡിയ. അന്ന് വൈകുന്നേരം കോളേജ് വിട്ടപ്പോൾ പാറു രശ്മിയോട് പറഞ്ഞു, എടി കാശി സാറിന് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടോ നോക്കിയോ? ഉണ്ട് പാറു, കാശി പ്രൊഫസർ എന്നാ പേര്. പക്ഷെ പുള്ളി ആരെയും ഫോളോ ചെയ്യില്ല, ആകെ 2 പോസ്റ്റേ ഉള്ളൂ, 2 കവിതകളാ. രശ്മി ഫോൺ കാണിച്ചുകൊണ്ട് പറഞ്ഞു. പാറു വീട്ടിലെത്തിയ ഉടനെ സാറിന് റിക്വസ്റ്റ് അയച്ചു. മിനിറ്റുകൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടു. പാറുവിന് അത്ഭുതം തോന്നി. പുള്ളിക്കാരൻ ഓൺലൈനിലുണ്ടല്ലോ. അവൾ പതുക്കെ ഒരു മെസ്സേജ് അയച്ചു, സർ പൊതിച്ചോറിന് ഒരുപാട് താങ്ക്സ്, മീൻകറി സൂപ്പർ ആയിരുന്നു കേട്ടോ. അപ്പുറത്തുനിന്ന് ഉടനെ മറുപടി വന്നു, മിസ് പാർവതി, ഇൻസ്റ്റാഗ്രാം ഈസ് നോട്ട് പ്ലേസ് ഓഫ് അസൈൻമെന്റ് ഡിസ്കഷൻ, ഗോ ആൻഡ് സ്റ്റഡി. പാറു ചിരിച്ചുപോയി. ഇയാൾ ഫോണിലും പ്രൊഫസർ തന്നെയാണല്ലോ. ആള് വിട്ടില്ല, അടുത്ത മെസ്സേജ് അയച്ചു, സർ ഒരു ഡൗട്ട്, ലവ് എന്ന വാക്കിന്റെ വിപരീത പദം കാശി സാർ എന്നാണോ? പക്ഷെ അതിന് മറുപടി വന്നില്ല. കാശി അത് സീനാക്കിയിരുന്നു. പിറ്റേന്ന് രാവിലെ കോളേജിലെത്തിയ പാറു കണ്ടത് കാശി സ്റ്റാഫ് റൂമിൽ ആരോടോ ഗൗരവത്തിൽ സംസാരിക്കുന്നതാണ്. പാറുവിനെ കണ്ടതും കാശി സംസാരം നിർത്തി. പാർവതി ഇങ്ങോട്ട് വരൂ. പാറു പതുക്കെ അടുത്തിയെന്ന്. സർ ഗുഡ് മോർണിംഗ്. ഇന്നലെ അയച്ച ആ മെസ്സേജ് എന്തായിരുന്നു? ഇൻസ്റ്റാഗ്രാമിൽ തനിക്ക് എന്നോട് ചോദിക്കാൻ തോന്നി ഇതാണോ? സാറ് ശബ്ദം താഴ്ത്തി ദേഷ്യത്തിൽ ചോദിച്ചു. അത് സർ ഇംഗ്ലീഷിൽ ഡൗട്ട് ചോദിച്ചല്ലേ? പാറു കുസൃതിയോടെ പറഞ്ഞു. ഇത് തന്റെ വീടല്ല പാർവതി, കോളേജാ. ഇവിടെ എന്റെയും നിന്റെ ഇടയിൽ ഒരു ലക്ഷ്മണ രേഖയുണ്ട്, അത് മറക്കരുത്. ഇന്ന് തന്നെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ടെസ്റ്റ് ആണ്. ഒരൊറ്റ വാക്ക് തെറ്റിയാ താൻ ഈ ആഴ്ച മുഴുവൻ എന്റെ ക്ലാസ്സിൽ കയറണ്ട. പാറുവിന് വാശിയായി. ക്ലാസ്സിലെത്തിയ കാശി ഓരോരുത്തരെയായി വിളിച്ച് കടുപ്പമേറിയ ഇംഗ്ലീഷ് വാക്കുകൾ പറയാൻ ആവശ്യപ്പെട്ടു. പാറുവിന്റെ ഊഴമെത്തിയപ്പോൾ സാറ് ചോദിച്ചു, പാർവതി ഇനോവേറ്റബിലിറ്റി എന്ന വാക്ക് 10 തവണ തെറ്റാതെ പറയും. പാറു എഴുന്നേറ്റ് നിന്നു. അവൾ ഓരോ തവണയും സാറിന്റെ കണ്ണുകളിലേക്ക് നോക്കി ആ വാക്ക് പറഞ്ഞു. 10ാമത്തെ തവണ അവൾ പറഞ്ഞെടുത്ത് ഇങ്ങനെയാണ്, ഇനോവേറ്റബിലിറ്റി, ജസ്റ്റ് ലൈക്ക് ഹൗ ഐ ഇൻവെറ്റബിളി ഫാൾ ഓഫ് യുവർ ആങ്കർ സർ. ക്ലാസ്സിലാകെ ഒരു നിമിഷം നിശബ്ദത വളർന്നു. കുട്ടികൾ പരസ്പരം നോക്കി. കാശിയുടെ കയ്യിൽ നിന്ന് ചോക്കഷ്ണം നിലത്ത് വീണു. അവന്റെ മുഖമല്ലാതെ വിളറി. പാർവതി പുറത്തിന് ഗെറ്റ് ഔട്ട്. താൻ എന്നെ വെല്ലുവിളിക്കുകയാണോ പാർവതി? പഠിക്കാനല്ല, എന്റെ ക്ലാസ്സിൽ തമാശ കാണിക്കാനാണ് ഭാവങ്കി ഈ പടി ചവിട്ടരുത്. പ്രൊനൗൺസിയേഷൻ പോയിട്ട് ഒരു അക്ഷരം നേരെ ചോ പറയാനറിയില്ല, എന്നിട്ടാ പ്രണയത്തെക്കുറിച്ച് തത്വശാസ്ത്രം വിളമ്പുന്നത്. അച്ചടക്കില്ലാത്ത നിന്നെപ്പോലെ ഒരു കോളേജിന് എന്റെ അപമാന. തന്നെ ഈ നാടകം കൊണ്ട് എന്റെ ക്ലാസ് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. പഠിക്കില്ലെന്ന് മാത്രമല്ല, പഠിക്കാൻ വരുന്ന മറ്റു കുട്ടികളെ കൂടി ശല്യം ചെയ്തോളും. നാശം, ഇറങ്ങിപ്പോയി എന്റെ ക്ലാസ്സിൽ നിന്ന്. സർ ഞാൻ ഐ സേ ഗെറ്റ് ഔട്ട്. പാറു ഒന്നും മിണ്ടാ പുസ്തകങ്ങളും എടുത്ത് പുറത്തേക്ക് നടന്നു. വരാന്തയിലെത്തിയപ്പോൾ അവളും തിരിഞ്ഞു നോക്കി. കാശി കസേരയിൽ തലക്ക് കൈ കൊടുത്തിരിക്കുകയായിരുന്നു. അവൻ്റെ ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശുന്നു പാറു തിരിച്ചറിഞ്ഞു. വൈകുന്നേരം കാശി കാറിലേക്ക് നടക്കുമ്പോൾ പാറു കാത്തു നിന്നിരുന്നു. സർ സോറി, ഞാൻ തമാശക്ക് പറഞ്ഞ, അവൾ സങ്കടത്തോടെ പറഞ്ഞു. കാശി വണ്ടിയിൽ കയറാൻ തുടങ്ങിയിട്ട് ഒന്ന് നിന്നു. അവൻ അവിടെ അരികിലേക്ക് വന്നു. പാർവതി നീ എന്നെ ഒരു വലിയ കുഴപ്പത്തിലേക്ക് കൊണ്ടുവന്നു, ഇത് ശരിയല്ല. പാറുവിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു പുതിയ പേടി തോന്നി. സാറിനെ താൻ ശരിക്കും വേദനിപ്പിച്ചോ?
തലേ ദിവസം സമ്മതിന് ശേഷം കാശി പാറുവിനെ ക്ലാസ്സിൽ പൂർണ്ണമായി അവഗണിക്കാൻ തുടങ്ങി. അദ്ദേഹം ക്ലാസ് എടുക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. പക്ഷെ പാറുവിനെ നേരെ മാത്രം നോക്കുന്നില്ല. അവൾ എത്ര കൈപൊക്കിയാലും സാറ് കണ്ട ഭാവം നടിക്കില്ല. എടി രശ്മി, ഇയാളെന്നെ അദൃശ്യ ജീവി പോലെയാണല്ലോ കാണുന്നത്. ഏതിലും നല്ല പഴയ അടിപിടിയായിരുന്നു, പാറു സങ്കടത്തോടെ പറഞ്ഞു. അന്നുച്ചക്ക് കോളേജ് യൂണിയന്റെ വക ഒരു ചർച്ചാ സമ്മേളനം ഉണ്ടായിരുന്നു. വിഷയം പ്രണയവും അച്ചടക്കവും, ലവ് ആൻഡ് ഡിസിപ്ലിൻ. മോഡറേറ്റർ സാക്ഷാൽ കാശിനാഥൻ സാർ. ഹാളിൽ നിറയെ കുട്ടികൾ. പാറു മനഃപൂർവ്വം മുൻനിരയിൽ തന്നെ പോയിരുന്നു. കാശി മൈക്കൈയിലെടുത്ത് പ്രസംഗം തുടങ്ങി. അച്ചടക്കമില്ലാത്ത പ്രണയം വെറും വികാരമാണ്. ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധത്തിൽ ബഹുമാനത്തിനാണ് ഒന്നാം സ്ഥാനം. കാശി ഗൗരവത്തിൽ പറഞ്ഞു നിർത്തി. പെട്ടെന്ന് പാറു എഴുന്നേറ്റ് നിന്നു. സർ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. കാശി ഒന്ന് നിന്നു. അവന്റെ നെറ്റിൽ വിയർപ്പ് ഒടിഞ്ഞു. ആ, ചോദിക്കു പാർവതി. സർ, ബഹുമാനത്തിൽ നിന്ന് പ്രണയം ജനിക്കില്ലേ? പുറമെ കടുപ്പക്കാരനായി നിൽക്കുന്ന ഒരാളുടെ ഉള്ളിലും പ്രണയത്തിന്റെ ഒരു കടലുണ്ടാവില്ലേ? കാശി മൈക്ക് മുറുക്കി പിടിച്ചു. സ്നേഹം പ്രകടിപ്പിക്കാൻ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ട്. ചിലർ ഗൗരവം കൊണ്ട് അത് മറച്ചു വെക്കും. പക്ഷേ പരിധികൾ ലംഘിക്കുന്നത് തെറ്റാണ്. ചർച്ച കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞപ്പോൾ പാറു സാറിന്റെ ക്യാബിനിലേക്ക് ചെന്നു. സാറ് തന്റെ ഫയലുകൾ അടുക്കി വെക്കുകയായിരുന്നു. സർ, എന്നോട് മിണ്ടാണ്ടിരിക്കുന്ന എന്തിനാ? ഞാൻ പറഞ്ഞില്ല അത്ര വലിയ തെറ്റുണ്ടോ? അവൾ കരച്ചിലിന്റെ വക്കിൽ ചോദിച്ചു. കാശി പതുക്കെ ഫയൽ താഴെ വെച്ച് അവൻ അവിടെ അടുത്തേക്ക് വന്നു. പാർവതി, നീ ഇപ്പോഴും ചെറിയ കുട്ടിയാണ്. നിനക്കിതൊക്കെ രസമായിട്ട് തോന്നും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എൻ്റെ ജോലി, എൻ്റെ റെപ്യൂട്ടേഷൻ എല്ലാ ഇതിലുണ്ട്. സർ, എനിക്ക് സാറിനെ ഇഷ്ടമാണ്. അത് ഗൗരവം കൊണ്ടാണോ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇഷ്ടമാണ്. പാറു ധൈര്യത്തോടെ പറഞ്ഞു. കാശിയുടെ മുഖം ചുവന്നുകൊടുത്തു. അവനവിടെ കൈത്തണ്ടിൽ പിടിച്ചു. മതി പാർവതി, ഇനി ഇത് ആവർത്തിക്കരുത്. നിനക്ക് പഠിക്കാനാണ് താല്പര്യം മാത്രം എൻ്റെ ക്ലാസ്സിൽ വന്നാൽ മതി. അല്ലെങ്കിൽ സാറിനെ എന്ത് ചെയ്യും? തല്ലുവോ? അതോ വീണ്ടും ഒറ്റക്കാലിൽ നിർത്തുവോ? പാറു വിടാതെ ചോദിച്ചു. കാശി അവിടെ കൈവിട്ടു. ഞാൻ ഈ കോളേജ് വിട്ടു പോകും. അതാണ് നിനക്ക് വേണ്ടതെങ്കിൽ നീ ഇത് തുടർന്നോളൂ. കാശി വേഗം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പാറു തകർന്നു പോയി. സാറ് കോളേജ് വിട്ടു പോകുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പിറ്റേന്ന് രാവിലെ പാറു കോളേജിലെത്തിയത് ഒരു വലിയ തീരുമാനവുമായിട്ടാണ്. അവൾ സാറിനെ ശല്യം ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് ഇംഗ്ലീഷ് ക്ലാസ്സിൽ പാറു വാലറ്റത്തെ ബെഞ്ചിൽ തലതാഴ്ത്തിയിരുന്നു. സാറ് ക്ലാസ്സിലേക്ക് വന്നപ്പോൾ അവളൊന്നും നോക്കിയത് പോലുമില്ല. ക്ലാസ് പകുതിയായപ്പോൾ സാറ് ചോദിച്ചു, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മെലങ്കലി? ആരും കൈപൊക്കിയില്ല. പാറുവിന് ഉത്തരറിയായിരുന്നു. പക്ഷെ അവൾ മിണ്ടിയില്ല. സാറ് പാറുവിനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന അദ്ദേഹം കണ്ടു. പെട്ടെന്ന് കാശി ക്ലാസ് എടുത്തി. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, എല്ലാവരും പോയിക്കോളൂ. കുട്ടികളെല്ലാം പോയി കഴിഞ്ഞിട്ടും പാറു അവിടെ തന്നെ ഇരുന്നു. കാശി അവളുടെ ഡെസ്കിന് മുമ്പിൽ വന്ന് നിന്നു. അവൾ നേരെ പോക്കറ്റിൽ നിന്ന് തൂവാലെടുത്ത് അവിടെ നേരെ നീട്ടി. കരണ്ട പാർവതി, കണ്ണുടക്ക്. ഞാനെങ്ങും പോകുന്നില്ല. പക്ഷെ നീ ഒന്ന് നന്നാവണം. എനിക്ക് വേണ്ടി ഇംഗ്ലീഷിൽ നല്ല മാർക്ക് വാങ്ങണം. പറ്റുമോ? പാറു ആ തൂവാല വാങ്ങി കണ്ണു തുടച്ചു. സർ, ഞാൻ പഠിക്കാം. സാറ് പറയുന്നത് ഞാൻ കേൾക്കാം. പക്ഷെ എന്നോട് മിണ്ടാണ്ടിരിക്കരുത്. കാശി പതുക്കെ പുഞ്ചിരിച്ചു. ശരി, നാളെ ഒരു ടെസ്റ്റ് ഉണ്ടാവും. മെലങ്കളി എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് പഠിച്ചോണം. പാറിന് മുതൽ ചെറിയ ചിരി വിരിഞ്ഞു. കാശിയുടെ ആ തൂവാലക്ക് അവന്റെ കടുപ്പമുള്ള മണമായിരുന്നു. കാശി പറഞ്ഞ പോലെ തന്നെ പാറു നന്നാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ കോളേജിലെത്തിയത് ഒരു കുന്നോളം പുസ്തകങ്ങളുമായാണ്. ലൈബ്രറിയിൽ ഇരുന്ന് അവൾ ഇംഗ്ലീഷ് വാക്കുകൾ മനഃപ്പാടമാക്കി. എടി രശ്മി, ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ്സിൽ എന്നെ ആരും തിരിച്ചറിയില്ല. കാശി സാർ എന്നെ നോക്കി അന്തം വിട്ട് നിൽക്കണം, പാറു ആവേശത്തോടെ പറഞ്ഞു. ക്ലാസ്സിൽ കാശി വന്നപ്പോൾ പാറു മുമ്പിലത്തെ ബെഞ്ചിൽ തന്നെ സ്ഥാനം പിടിച്ചു. സാറ് പതിവ് പോലെ ഗൗരവത്തിൽ കയറി വന്നു. ബാഗ് വെച്ച് അദ്ദേഹം കുട്ടികളെയും നോക്കി. പാറുവിന്റെ ആ പഠിപ്പിസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ കാശിയുടെ ഉള്ളിൽ ഒരു ചിരി വിരിഞ്ഞു. ടുഡേ വി ആർ ഡിസ്കസിംഗ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. എനിവൺ ക്യാൻ ഡിഫൈൻ വാട്ട് എ മെറ്റഫർ ഈസ്? സാറ് ചോദിച്ചു. പാറു സ്പ്രിങ് പോലെ എഴുന്നേറ്റ് നിന്നു. Sir, a metaphor is a figure of speech that describes an object or action in a way that is not literally true, but helps explain an idea or make a comparison. ക്ലാസ്സിലായ നിശബ്ദത. കാശി കണ്ണടം താഴ്ത്തി അവളെ നോക്കി. എക്സലന്റ് പാർവതി, ഒരു ഉദാഹരണം കൂടി പറയാമോ? പാറു സാറിന്റെ കണ്ണുകളിലേക്ക് നോക്കി. കാശി സാർസ് ആർട്ട് ഈസ് എ ഹാർഡ് റോക്ക്. പുറമേ കാണാൻ കല്ല് പോലെയാണെങ്കിലും ഉള്ളിൽ സ്വർണ്ണം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കുട്ടികൾ ചിരിക്കണം വേണ്ടതെന്ന് സംശയിച്ചു നിന്നു. കാശി ഒന്ന് ചുമച്ചു. ഡെഫിനിഷൻ കൊള്ളാം, ബട്ട് എക്സാമ്പിൾ അല്പം കടന്നുപോയി. ഇരിക്കും. അന്ന് ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോൾ കാശി പാറുവിന്റെ അടുത്തുകൂടി പോയപ്പോൾ പതുക്കെ പറഞ്ഞു, പഠിച്ചതൊക്കെ കൊള്ളാം, പക്ഷെ റോക്കിന് പകരം വേറെ വല്ലതും ഉപയോഗിക്കായിരുന്നു. പാറുവിന് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. അവൾ വൈകുന്നേരം സ്റ്റാഫ് റൂമിന് മുന്നിൽ ചെന്ന് നിന്നു. സാറ് ഫയലുകൾ നോക്കിയായിരുന്നു. സർ, നാളത്തെ ടെസ്റ്റിന് വേണ്ടി ഞാൻ 20 വാക്കുകൾ പഠിച്ചു. ചോദിക്കണോ? ഏയ് വേണ്ട പാർവതി, തനിക്കിന്നെ അത്രയ്ക്ക് പേടിയാണോ? സാറ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പേടിയല്ല സർ, സ്നേഹിക്കൂടുതലാ, പാറു തമാശ കലർത്തി പറഞ്ഞു. പെട്ടെന്ന് അവിടേക്ക് മറ്റൊരു പ്രൊഫസർ കടന്നു വന്നു. കാശി ഉടനെ ഗൗരവം വീണ്ടെടുത്തു. ശരി പാർവതി, നാളെ ക്ലാസ്സിൽ കാണാം, പോയിക്കോളൂ. പാറു പുറത്തിറങ്ങി സൈക്കിൾ എടുക്കാൻ പോയപ്പോൾ കണ്ടു സാറിന്റെ കാറിന്റെ ടയറിന് താഴെ ആരോ ഒരു ആണി വെച്ചിരിക്കുന്നു. ആരോ സാറിനോട് പ്രതികാരം തീർക്കാൻ നോക്കിയതാണ്. പാറു ഓടിച്ചെന്ന ആണി എടുത്തു മാറ്റി.
അപ്പോഴാണ് കാശി അങ്ങോട്ട് വന്ന് പാറു ആണി കയ്യിൽ പിടിച്ചു നിൽക്കുന്നുണ്ടപ്പോൾ അവൻ തെറ്റിദ്ധരിച്ചു. പാർവതി, നീ ഇതെന്ത് ചെയ്യായിരുന്നു? നീ എന്റെ വണ്ടി പഞ്ചറാക്കാൻ നോക്കിയായിരുന്നോ? സാറ് ദേഷ്യത്തിൽ ആക്രോശിച്ചു. സർ, ഞാൻ അത്... പാറുവിന് വാക്കുകൾ കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു നീ മാറിയെന്ന്. പക്ഷെ നിന്റെ ഉള്ളിലെ കുസൃതി ഇപ്പോഴും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതാണല്ലേ. മതി പാർവതി, നിന്റെ ഈ നാടകം ഇനി എന്റെ അടുത്ത് വേണ്ട. കാശി വണ്ടിയെടുത്ത് വേഗത്തിൽ പോയി. പാറുവിന്റെ കയ്യിൽ നിന്ന് ആണി ആളുടെ വിരൽ തട്ടി ചോര വരാൻ തുടങ്ങിയിരുന്നു. പക്ഷെ വേദനയേക്കാൾ അവളെ തളർത്തിയത് സാറിന്റെ വാക്കുകളായിരുന്നു. അവൾ അവിടെ ഇരുന്ന് കരഞ്ഞുപോയി. സഹായിക്കാൻ നോക്കിയ തനിക്കൊടുവിൽ കള്ളപ്പേര് കിട്ടി. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.